ചാപ്റ്റർ എന്ന് പറയുന്നത് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്കാണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞവിടെ പറഞ്ഞത് ടൻഡ്ര മേഖലയാണ്. ആ ടൻഡ്ര മേഖല പറയുമ്പോൾ ഏറ്റവും തണുപ്പ് കൂടിയിട്ടുള്ള മേഖലയാണല്ലോ, ധ്രുവപ്രദേശങ്ങളോട് അടുത്ത് കാണപ്പെടുന്ന മേഖലയാണ് ടൻഡ്ര മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി തൻ്റെ ടൻഡ്ര പര്യവേഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയുള്ള വിവരണമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് അതൊന്നും ആവശ്യമില്ലാത്തതാണ്. അതേപോലെ തന്നെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണേത്? കോങ്കോ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കോങ്കോ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മളിതിൽ പറയാൻ പോകുന്ന ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല നിങ്ങൾ കാണുന്നില്ലേ ചിത്രത്തിൽ? ഇതാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖ മഴക്കാടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അതാണ്. അപ്പോൾ ഇവിടെ ചിത്രം നമുക്ക് കാണുന്നില്ലേ? എവിടെയൊക്കെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുള്ളത്? ആമസോൺ തടത്തിലുണ്ട്, മധ്യ ആഫ്രിക്കയിലുണ്ട്, തെക്ക് കിഴക്കൻ ഏഷ്യയിലുണ്ട് അല്ലേ? അതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഏഷ്യയിൽ കണ്ട ഇന്തോനേഷ്യ, ആഫ്രിക്കയിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, തെക്കേ അമേരിക്കയിൽ ബ്രസീൽ. ഇനി അടുത്തത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു സാധാരണ അറിവ് നേടിയില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെ എന്നതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. എന്താണ്? വർഷം മുഴുവൻ താപനില എന്തായിരിക്കും? ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഭൂമധ്യരേഖ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. മാസിക ശരാശരി, അതായത് മാസത്തിലുള്ള ശരാശരിയും താപനിലയും വാർഷിക ശരാശരിയും താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഏകദേശം അവിടെ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി പോവുള്ളൂ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ്? അവിടെ സൂര്യപ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നത്. ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അവിടെ കൂടുതൽ എന്തായിരിക്കും? ഉഷ്ണകാലമായിരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാവുന്നു. തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം പൊതുവെ അനുഭവപ്പെടാറില്ല. എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് അല്ലേ? പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയർന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാവുന്നു. അപ്പോൾ സംവഹന മഴ, 4 മണി മഴ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ എന്ന് പറയുന്നത്. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. എന്താണ്? അവിടെ ഉയർന്ന ബാഷ്പീകരണ തോത് ഉണ്ടാവും, ഉയർന്ന താപനില ഉണ്ടാവും. താപനില കൂടുമ്പോൾ എന്തായിരിക്കും? ബാഷ്പീകരണ തോത് കൂടൂല്ലേ? അപ്പോൾ എന്താണ്? കനത്ത മഴയ്ക്ക് കാരണമാകും. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ സംവഹന വൃഷ്ടിയും ശൈലവൃഷ്ടിയും ഉണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. നമുക്കറിയാലോ, ശൈലവൃഷ്ടി പറഞ്ഞാൽ പർവ്വത മഴയാണ്. അപ്പോൾ ശൈലവൃഷ്ടി എവിടെയാണ്? ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ്. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. നിർവാത മേഖല പറയുമ്പോൾ കാറ്റിൻ്റെ തിരശ്ചീനമായുള്ള ചലനമില്ലാത്ത മേഖലയല്ലേ? കാറ്റില്ലാത്ത മേഖലയാണ് നിർവാത മേഖല പറഞ്ഞു കഴിഞ്ഞാൽ. വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന വായുപ്രവാഹങ്ങൾ, ശീതജല വായുപ്രവാഹവും ഉഷ്ണജല പ്രവാഹവും അല്ലേ? അതാണ് വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ട് നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന്യ പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ടകാലം അനുഭവപ്പെടാറില്ല. അതായത് നമ്മളൊക്കെ മൺസൂൺ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണല്ലേ കേരളത്തിൽ. പക്ഷെ നമുക്ക് ഇവിടെ വരണ്ട കാലമൊക്കെ അനുഭവപ്പെടാറില്ലേ? ഉത്തർപ്രദേശൊക്കെ എന്താണ്? ഭയങ്കര വരൾച്ച വരൂല്ലേ? അതുപോലെ തന്നെ സാവന്യ പ്രദേശങ്ങളിലും തന്നെയാണ് വരൾച്ച കാലം വരും. എന്നാൽ എന്താണ്? നമ്മുടെ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം പ്രസ്താവനയിൽ ചോദിച്ചതാണ് മുൻപ്. വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജ്ജം ലഭിക്കുന്നത് മൂലം നമുക്കറിയാലോ, സൂര്യൻ ലംബമായിട്ട് പതിക്കുമ്പോൾ വർഷം മുഴുവൻ എന്തായിരിക്കും? സൂര്യൻ്റെ അളവ് കൂടുതലായിരിക്കും, സൂര്യോർജ്ജം കൂടുതലായിരിക്കും. ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. നമുക്കറിയാം, ചൂട് കൂടുമ്പോഴാണ് ന്യൂനമർദ്ദ മേഖല ഉണ്ടാവുന്നത് അല്ലേ? ഇവിടെ വായുവിൻ്റെ തിരശീന സഞ്ചാരം സാധ്യമാകുന്നില്ല. അവിടെ എന്തുണ്ടാവില്ല? തിരശീന സഞ്ചാരത്തിന് എന്താ പറയുക? കാറ്റ് അല്ലേ?
കാറ്റുണ്ടാവില്ല. അതാണ് നിർവേദ മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്ത് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണിത്. അതെന്താണ്? ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ. നമ്മളെ ഭൂമധ്യരേഖ മേഖലയുടെ അതായത് നമ്മുടെ ഉഷ്ണവാദം എന്ന് പറയില്ലേ, അതിൽ നിന്ന് അതിൻ്റെ തൊട്ടുള്ള വാണിജ്യവാദങ്ങളില്ലേ, വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയുള്ള വാർഷിക മഴയുടെയും താപനിലയുടെയും വിതരണ ക്രമമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കാണുന്നില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വർഷണവും ശരാശരി താപനിലയും. അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പോൾ ഹൈ ലെവലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. താപനിലയും കൂടുതലാണ്, മർഷണവും കൂടുതലാണ്. മനസ്സിലായില്ലേ നമുക്ക്? ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമാഞ്ചാരോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണ്. അപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാം, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലുള്ള കിളിമാഞ്ചാരോയാണ്. കിളിമാഞ്ചാരോ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കിളിമാഞ്ചാരോ ഏത് കാലാവസ്ഥാ മേഖലയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ്. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖ ആണ് ഓർക്കേണ്ടത് എല്ലാവരും. ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത്. നമ്മൾ ആഫ്രിക്കയിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. നമ്മളൊക്കെ എന്താ തിരിച്ചു വരുമ്പോൾ കറുത്തിട്ടായിരിക്കും വരിക. എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. എന്നാൽ ഈ ആഫ്രിക്കൻ ഭാഗത്തൊക്കെ ഉള്ള കടൽ പ്രദേശത്ത് എന്താണ് നമുക്കറിയാലോ, കടൽ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുണ്ടാവുന്നു അല്ലേ. ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനവാസം എവിടെയുള്ളത് പറഞ്ഞാൽ തീരപ്രദേശത്താണ്. പിന്നെ എല്ലാവരും തീരപ്രദേശത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്യും, കുറച്ച് ഉള്ളിലേട്ട് പോകും അല്ലേ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും നമുക്ക് ഒരുപാട് താരതമ്യം ചെയ്യാൻ കഴിയും അല്ലേ. അതുപോലെ തന്നെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത. ഈ അടുത്ത് നമ്മുടെ ആഫ്രിക്കയിലെ ഒരു കാറ്റ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഉഷ്ണക്കാറ്റാണെന്ന്. അതായത് ഉഷ്ണ കാലഘട്ടങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ് അല്ലേ ഉഷ്ണക്കാറ്റ്. ഗിനിയയുടെ തീരങ്ങളിൽ രാത്രി കാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ, ഡോക്ടർ ഹർമാറ്റൻ നിലവിളിക്കുക. ഡോക്ടർ ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിലുള്ള കാറ്റിൻ്റെ പേരെന്താണ്? ഹർമാറ്റൻ എന്ന് കിട്ടിയില്ല നിങ്ങൾക്ക്? ഈ പ്രദേശത്തെ ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. എവിടെയാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് കേട്ടോ. ആഗോള പരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നോക്കിക്കോളൂ, നൈസർഗിക സസ്യജാലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് കേട്ടോ. അതെവിടെയാണ്? മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ്, ന്യൂഗിനിയ എന്നിവിടങ്ങളിലാണ് ഈ മഴക്കാട് വ്യാപിച്ചു കിടക്കുന്നത്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആമസോൺ തടത്തിലുള്ള ഉഷ്ണമേഖല മഴക്കാടുകളിനെ പറയുന്ന പേരെന്താണ്? സെൽവാസ് അല്ലേ. നമ്മൾ ആമസോണിലൊക്കെ സെയിൽ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, ആമസോൺ, സെൽവാസ്. ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇലപൊഴിയുന്നതിനോ സസ്യങ്ങൾക്കൊരു പ്രത്യേക കാലമില്ല. കാരണം എപ്പോഴും മഴ ലഭിക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രത്യേക കാലമില്ല. വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകളാൽ ഇവിടത്തെ കാടുകൾ സജീവമാണ് അല്ലേ. എപ്പോഴും അവിടെ എന്താണ്? മുളയ്ക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ചില മരങ്ങൾ പോയാലും അടുത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ്? സജീവമാണ് ആ പ്രക്രിയ. അതിനാൽ അവ നിത്യഹരിതമായി കാണപ്പെടുന്നു. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളെന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളാണെന്ന് ആലോചിച്ച് വെച്ചോളൂ. അതില്ലെങ്കിൽ ആമസോണിലെ നമ്മുടെ സെൽവാസ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ, സെൽവാസ്, സെൽവാസ്, ആമസോൺ. ഇനി എബണി, മഹാഗണി, അതുപോലെ തന്നെ സിൻഗോണ, റോസ്വുഡ് എന്നിങ്ങനെയുള്ള മരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാത സസ്യങ്ങൾ, പന്നൽ ചെടികൾ, ലാലങ്ങ പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർന്ന് വളരുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. മലേഷ്യൻ മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ 200-ൽ അധികം സസ്യവർഗ്ഗങ്ങൾ വരെ കാണപ്പെടുന്നു എന്നാണ്
കണക്കാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശ ലഭ്യതയ്ക്കനുസരിച്ച് സസ്യങ്ങളിൽ ഉയരവ്യത്യാസം കാണപ്പെടുന്നു. അത് നമുക്കറിയാലോ, സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കൂടുതലുള്ള അവിടെ എന്തായിരിക്കും, നന്നായി വൃക്ഷങ്ങൾ വളരും. സൂര്യപ്രകാശം കാണാത്തവിടെ എന്താണ്, അതാണ് നമുക്ക് ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കീഴ്പാളി 30 അടി വരെ, മധ്യപാളി 60 അടി വരെ, 150 അടി വരെ ഉപരിപാളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഷ്ണമേഖല മഴക്കാടുകളെയാണ് നമ്മൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് പറയുക. അതില്ലെങ്കിൽ നമ്മൾ ആമസോൺ എഴുതിയും കേട്ടാ. ചിലപ്പോൾ എന്താണ് സെൽവാസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞില്ലേ ആമസോണിലുള്ള ഏതാണ്, സെൽവാസ് കേട്ടാ, സെൽവാസ്. അത് കിട്ടിയില്ല എല്ലാവർക്കും. അപ്പോൾ അടുത്തത് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട്. അതായത് ഭൂമധ്യരേഖ മഴക്കാടുകളിൽ ചിലയിടങ്ങളിലൊക്കെ എന്താണ് സ്ഥാനമാറ്റ കൃഷി വരും അല്ലേ. അതായത് ഒരു കൃഷി ചെയ്തിട്ട് ചിലവർക്ക് എന്താണ് ആ മണ്ണിൽ തന്നെ വീണ്ടും കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, അവിടെ വളക്കൂറ് പോയിട്ടാവും. അപ്പോൾ അവർ അടുത്ത സ്ഥലം അവിടുത്തെ കാട് വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷി ചെയ്യും. അപ്പോൾ കാട് വെട്ടിത്തെളിക്കുമ്പോൾ അവിടെയുള്ള മരങ്ങളിനെയൊക്കെ എന്ത് ചെയ്യും, മുറിക്കൂലേ. എന്നിട്ട് ഇവർ വീണ്ടും കൃഷി ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ ഒരു കൃഷി ഇറക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, വേറെ സ്ഥലത്തോട്ട് മാറും. അപ്പോൾ അവിടെ എന്താവും, തരിശു ഭൂമിയാവും അല്ലേ. അങ്ങനെയുള്ള അവിടങ്ങളിൽ എന്താണ്, അവിടെ ഫുള്ളിങ്ങനെ മഴ വരുന്ന സ്ഥലമല്ലേ, ഉഷ്ണമേഖല മഴക്കാടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും തളുത്തൊരു വനം പോലെ ആവില്ലേ. അങ്ങനെ വരുന്ന വനത്തിനെ പറയുന്ന പേരാണ് ബോർബറിയാട്ട. അതോടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ബോർബറിയ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുക്കാർ എന്നാണ് വിളിക്കുക. ബോർബറി അല്ല, ബെലുക്കാറാണ്. ബോർബറിയ പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മലേഷ്യയിൽ ഇങ്ങനെ ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുക്കാർ, മലാബെലു പഠിച്ചാൽ മതി. മലാബെലു ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുക്കാർ എന്നറിയപ്പെടുന്നു. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിലും കണ്ടൽക്കാടുകളും കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ്, മലേഷ്യയിലുള്ള ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം വെട്ടിത്തെളിച്ചിട്ട് അതിനെ കൃഷി ചെയ്തിട്ട് പിന്നെ അത് വേണ്ട വെച്ചിട്ട് പോയിട്ട് പിന്നെ ഒരു വനം വരില്ല. അങ്ങനെയുള്ള വനങ്ങളാണ് ദ്വിതീയ വനങ്ങൾ. അതിനെ പറയുന്ന പേരാണ് ബെലുക്കാർ. മലേഷ്യയിൽ മലാബെലു. മരങ്ങൾ നല്ല ബലമുണ്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബെലുക്കാർ എന്ന് കിട്ടും. മരങ്ങളുടേതല്ലേ ദ്വിതീയ വനങ്ങൾ. അപ്പം മരം നല്ല ബലമാണ്. ബെലുക്കാർ കിട്ടിയില്ലേ. ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലായില്ലേ. ഇനി ജന്തു വൈവിധ്യത്തിൽ സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇവിടുത്തെ കാലാവസ്ഥ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. അങ്ങനെ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് അർബോറിയൽ കേട്ടാ. അപ്പോൾ നമ്മൾ ബെലുക്കാർ എന്ന് പറഞ്ഞ എന്താണ്, ദ്വിതീയ വനം. മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളിൽ എന്താണ്, അർബോറിയൽ. നമ്മൾ മരങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കുമ്പോൾ ഒരുപാട് ബോറടിക്കില്ലേ, ബോറായിരിക്കില്ലേ, അർബോറിയൽ. നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല. അതായത് താഴത്തുള്ള ഭാഗമൊന്നും ഇല്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിലല്ലേ ഫോട്ടോസിന്തസിസും പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുള്ളൂ, എന്നാലല്ലേ സസ്യങ്ങൾ വളരുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, വളരില്ല അല്ലേ, മുരടിച്ചുണ്ടാവും, ചെറിയ ചെറിയ മരങ്ങളായി മാറും. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല. അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും ഇവിടെ തീരെ കുറവാണ്. അതായത് മാംസഭോജികൾ കുറവാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ മൃഗങ്ങൾ, അതായത് സസ്യഭോജികളായ മൃഗങ്ങൾ എന്താണ് അവിടെ പൊതുവേ കുറവാണ്. കാരണം എന്താണ്, നിലത്ത് അധികം പുല്ലുകളൊന്നും വളരില്ല. കാരണം സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള മരങ്ങൾ ഉണ്ടാവും. പിന്നെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഫലങ്ങളുടെ ഉണ്ടാവൂലേ. അപ്പോൾ അവിടെ എന്താണ്, സസ്യഭോജികളും ഇല്ല. ആ സസ്യഭോജികൾ ഇല്ലാത്തതുകൊണ്ട് എന്താണ്, അവിടെ മാംസഭോജികളും ഇല്ല കേട്ടാ. അടുത്തത് എന്താ, അവിടെയുള്ള ജീവജാലങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒറാങ്കുട്ടൻ ഉണ്ട്, ഹൗളർ കുരങ്ങുകളുണ്ട്. കുരങ്ങുകളല്ലേ മരങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ. പിന്നെ എമറാൾഡ് ട്രീ ബോവ, അതൊരു പാമ്പല്ലേ, പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ കാണാകുമ്പോൾ. പിന്നെ കിങ്കജു ഉണ്ട്. ലീമറുകളുണ്ട് കേട്ടോ. ലീമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്കുട്ടന്, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരകങ്ങൾ, നേർക്കുതിര, ചീങ്കണ്ണി തുടങ്ങി വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും ഡുക്കാന്, വേഴാമ്പല് എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗ്ഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. അല്ലേ, ചീങ്കണ്ണി, നേർക്കുതിര, അനാക്കൊണ്ട, മങ്കാവ് എന്ന് പറയുന്നത് മക്കാവ്, അതാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി ഇവിടുത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ്. അവിടെ എന്താണ്, ഭൗതിക കാരണം ഉയരം കൂടിയ മരങ്ങളാണ് അവിടെ, അവർക്ക് കൃഷിയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ്, ജനവാസം പൊതുവെ കുറവാണ്. ചില മരങ്ങളിൽ നിന്നുള്ള പഴങ്ങളെയൊക്കെ ആശ്രയിച്ച് മാത്രമാണ് അവരവിടെ ജീവിക്കുന്നത് അല്ലേ. മൃഗങ്ങളൊക്കെ കുറവാണല്ലേ അവിടെ.
അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആഫ്രിക്കയിലെ പിഗ്മികൾ, നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞാലേ ആഫ്രിക്കയിലെ പിഗ്മികൾ എന്ന് പറയുന്നത് ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ. അപ്പോൾ ആമസോൺ തടത്തിൽ എന്തുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാരുണ്ട് കേട്ടാ. മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ. അപ്പം നമ്മുടെ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ഈ മേഖലയിൽ ആരൊക്കെയാണ്? ആഫ്രിക്കയിലെ പിഗ്മികളുണ്ട്, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാരുണ്ട്, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാരുണ്ട് കേട്ടാ. ഇതാണ് ഭൂമധ്യരേഖ മഴക്കാടുകളിലെ തദ്ദേശീയരിന്റെ രൂപങ്ങളെ കാണുന്നുണ്ടല്ലേ. അവർക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഇനി പിഗ്മികളുടെ ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചതാണ് പരീക്ഷയിൽ, അപ്പോൾ അത് നമ്മൾ നോക്കണം. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് ഇക്കൂട്ടര്. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നു. പഴങ്ങൾ, പരിപ്പ്, തേന്, മറ്റു വിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. നമ്മുടെ ഡിസ്കവറി ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവരിൻ്റെ ചാനലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഓരോരുത്തർ കൊണ്ടുപോയിട്ട്, അതായത് ഇവരെങ്ങനെയാണ് ചെയ്യണത്, അവർ കിട്ടുന്ന എന്തായാലും അതിപ്പോൾ വിഷമുള്ളതാണെങ്കിലും ശരി, അവർക്ക് മനസ്സിലാവും എന്ത് വിഷമുള്ളതാണെങ്കിലും അത് തീയിലെന്താണ് ചുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ വിഷം പോകുന്നു ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളത് വിഷമാണെങ്കിലും നമ്മൾ കഴിക്കില്ല അല്ലേ, പക്ഷെ ഇവരത് കഴിക്കും. ഇവരെത്ര വിഷമാണെങ്കിലും കഴിക്കും. ഇവർ എന്താ പറയുക, ഒച്ചിനെ, തേളിനെ എല്ലാത്തിനെയും ഇവർ തീയിൽ ചുട്ടിട്ട് ചെറുതായിട്ട് എന്താ പറയുക, മുളകൊക്കെ ഉണ്ടാവുമല്ലോ കാട്ടിൽ, ആ മുളക്, പിന്നെ അതുപോലെ തന്നെ അവർക്കറിയാം വഴുവഴുപ്പുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിഗ്മികളുടെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ്. ഇവരെന്ത് ചെയ്യും, വേരുകളൊക്കെ ഇല്ലേ, വേരിൻ്റെ പുറംതൊലിനെ എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് കഴുകും. എന്നിട്ട് ആ വേരുകളിനെയൊക്കെ എന്ത് ചെയ്യും, ഇവർ വെള്ളത്തിലിട്ട് ചൂടാക്കും. എന്തായാലും തീ ഉണ്ടാവുമല്ലോ, അപ്പോൾ തീ ചൂടാക്കും. എന്നിട്ട് അതിനെയൊക്കെ ഇവരെന്ത് ചെയ്യും, ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിന്നും. ഇവർ ഉപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരങ്ങളുടെ തൊലികൾ എന്താവും, ഉപ്പ് രസം ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലവരെന്ത് ചെയ്യും, പുറത്ത് പോയിട്ടൊക്കെ ഉപ്പൊക്കെ വാങ്ങിയിട്ട് വരുന്നവരുണ്ട്. ഇവരുടെ ഭക്ഷണക്രമം നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത്. അതായത് പനയിൻ്റെ ഷേപ്പ് പോലുള്ള ഓലകളിൽ അങ്ങനെയുള്ളതിലൊക്കെയാണ് ഇവർ വീടൊക്കെ കെട്ടിയിട്ട് താമസിക്കുന്നത്. പിഗ്മികളെ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ. പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ദൈവമാണ്. തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതായത് നമ്മളുടെ ഒരു ആദിവാസി വിഭാഗത്തിനോട് നമുക്ക് ഇവനെ ഉപമിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഭയങ്കര വേർഷനാട്ടോ ഇവർ. ഇനി മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതിയാണ് സ്ഥാനമാറ്റ കൃഷി കേട്ടാ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിലുള്ള കൃഷിയുടെ പേരെന്താണ്, സ്ഥാനമാറ്റ കൃഷിയാണ് കേട്ടാ, അഥവാ വെട്ടിച്ചുട്ട് കൃഷി. ഈ സ്ഥാനമാറ്റ കൃഷിനെ നമ്മൾ എന്താ പറയുക, വെട്ടിച്ചുട്ട് കൃഷി. സ്ഥാനം മാറുമ്പോൾ അധികം വെട്ടിയിട്ടില്ല, നമ്മൾ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടല്ലേ കൃഷി, അതിനെയാണ് നമ്മളെന്ത് പറയുക, വെട്ടിച്ചുട്ട് കൃഷി. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. കാട് വെട്ടിത്തെളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തീ വയ്ക്കൂലേ, എന്നിട്ടാണ് കൃഷി ചെയ്യുക. പ്രദേശത്തിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നത് വരെ കൃഷി തുടരും അല്ലേ. എന്നിട്ട് അതിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുമ്പോൾ ഇവർ അവിടെ നിന്ന് മാറും. അപ്പോൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും, മരങ്ങൾ വളരും. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടി പോവുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. കാരണം അവർക്ക് ആധുനിക വിവര വിനിമയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കൃത്യമായിട്ട് അറിയില്ല. അവർക്ക് വിളവ് നന്നായി ലഭിക്കുന്നവരെ അവരവിടെ കൃഷി ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അവിടെ നിർത്തിയിട്ട് അവരെന്ത് ചെയ്യും, അവർ വേറെ സ്ഥലം തേടി പോകൂലേ. അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ നല്ല ഫലപുഷ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരും. അതാണ് മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. ശ്രദ്ധിച്ചോളൂ ഏതൊക്കെയാണ്. നമ്മുടെ കപ്പയിലെ മരച്ചീനി, പിന്നെ ചേന, ചോളം, വാഴ, നിലക്കടലയൊക്കെയാണ് അവിടെ പ്രധാന വിളകൾ. യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവോടെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ, അതായത് നമ്മുടെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ തോട്ടവിള കൃഷി ആരംഭിച്ചത്. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും ഏറെ അനുകൂലമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് റബ്ബർ റബ്ബർ. ലോകത്തിൽ റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ. അപ്പം നമുക്കിത് പൊതുവെ അറിയാലേ, റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്, മലേഷ്യയും ഇന്തോനേഷ്യയുമാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ.
കൊക്കപ്പഴങ്ങളില്ലേ, അത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതാണ്. അതുപോലെ റബ്ബർ ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. റബ്ബർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും. പുതിയ SCERT പ്രകാരം കേട്ടോ. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാന വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക. ഈ കരിമ്പ്, അതുപോലെ തന്നെ തെങ്ങ്, എണ്ണപ്പന, ഈ എണ്ണപ്പനയിൽ നിന്നല്ല അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യണത്, വീടുകളൊക്കെ മേയുന്നത് കേട്ടോ. പിന്നെന്താണ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക, ഇതൊക്കെ ഉണ്ടാ. ഇന്തോനേഷ്യയിലെ എണ്ണപ്പന തോട്ടം കണ്ടില്ലേ നിങ്ങൾ? ഇന്തോനേഷ്യയിലെ, പശ്ചിമ ആഫ്രിക്കയിലെ കൊക്കത്തോട്ടം കണ്ട? അപ്പം ശ്രദ്ധിച്ചു. ഇനി അടുത്ത എന്താണ്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ് കേട്ടോ. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ്. ഇവരെന്താണ്, കോലുകൾ കൊണ്ടാണ് ഇവർ ചുമര്, പിന്നെന്താ വാഴകളുടെയൊക്കെ കൊണ്ടാണ് അവർ ചുമരൊക്കെ മറച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവൻ്റെയൊക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണല്ലോ ഇരിക്കുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട് പറയാം കേട്ടാ. ഇന്ന് കാലത്ത് കേട്ടാ, ഇത് ഇപ്പോഴത്തെ കാലത്തെ ടെസ്റ്റ് അല്ലേ, അപ്പോൾ ഇന്ന് കാലവുമായിട്ട് ബൊഗോട്ടോ, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും. ഈ ബ്രസീലും സിംഗപ്പൂരും മലേഷ്യയൊക്കെ എന്താണ്, ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെ അവർ മുൻപന്തിയിലെത്തിയതാണ് അല്ലേ. ഇനി നമുക്ക് ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങളാണ് നമ്മൾക്ക് നോക്കാൻ കഴിയുന്നത്. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോക്ക എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ഈ വീടുകൾ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോടു കൂടിയവയുമാണ്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ഇവിടെ കാണപ്പെടുന്നു. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മലോക്ക ആമസോണ്, അതുപോലെ തന്നെ മലേഷ്യയിൽ എന്താണ്, കമ്പോങ്സ്. മല കമ്പ്, മലയിലല്ലേ കമ്പ് ഉണ്ടാവുക, മലേഷ്യയിൽ കമ്പോങ്സ്. പിന്നെ ആമസോണിൽ മലോക്ക, ആമസോൺ മലോക്ക, മലോക്ക. അടുത്ത്, ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല. നമ്മൾ ചെങ്കൽ കൊണ്ടുണ്ടാക്കുന്ന വീടുകളിലേ ചൂടുണ്ടാവുള്ളൂ. മലേഷ്യൻ പാർപ്പിടം കണ്ട, മലേഷ്യൻ പാർപ്പിടത്തിൻ്റെ പേരാണ് കമ്പോങ്സ്. ആമസോൺ തടത്തിലെ പാർപ്പിടം കണ്ടില്ലേ, അവിടെ എന്താണ്, അവിടെ വെള്ളക്കെട്ടൊക്കെ ചില സമയത്ത് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് അവർ ഹൈറ്റിൽ നിർത്തിയിരിക്കുന്നത്. അതിനെന്താ പറയുക, മലോക്ക ആമസോണ്, കമ്പോങ്സ് മലേഷ്യ കമ്പോങ്സ് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇക്വിറ്റാസ് നഗരം കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ബൊഗോട്ടോ നഗരം, അതുപോലെ തന്നെ ആമസോൺ വനവും മനൗ സിറ്റിയും കണ്ടില്ലേ, ആമസോൺ വനവും മഗോ സിറ്റിയും സിംഗപ്പൂർ സിറ്റിയൊക്കെ, അതൊക്കെ ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെയാണ് അവരിങ്ങനെ വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അവരിപ്പോഴും എന്താണ്, ആദിവാസി വിഭാഗങ്ങളെ പോലെ കിടക്കും. ഇനി അടുത്തത് നിദ്രാരോഗം. നമുക്ക് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുതിയ SCERT നോക്കിയില്ലെങ്കിൽ ഈ രോഗങ്ങളൊക്കെ നമുക്ക് കിട്ടില്ല കേട്ടോ. നിദ്രാരോഗം ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം. അപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ഭൂമധ്യരേഖ മഴക്കാടുകളിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെങ്കിൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മഴക്കാടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള രോഗം എന്താണ്, നിദ്രാരോഗം, സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയും. ഈ രോഗം പകരുന്നത് സെസെ ഈച്ചകളിലൂടെയാണ് കേട്ടോ. സെസെ ഈച്ചകളാണ് നിദ്രാരോഗം. സ്ലീപ്പിംഗ് സിക്നെസ് അല്ലേ, സ്ലീപ്പിംഗ് സിക്നെസ് ആണ്. അപ്പോൾ സ്ലീപ്പ് പറയുമ്പോൾ എസ് ഉണ്ട്, അപ്പോൾ കേട്ടോ. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമധ്യരേഖ മഴക്കാട്. അപ്പോൾ യെല്ലോ ഫീവറിൻ്റെ രോഗകാരി ആരാണ്, കൊതുകാണ് കേട്ടോ. യെല്ലോ ഫീവർ എന്താണ്, കൊതുകാണ് കേട്ടോ. ഇനി വനസമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാവുന്നു. അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാവുന്നു. കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയുമാണ് സസ്യങ്ങളെ വളർച്ചയ്ക്ക് ഏറെ പിന്തുണയ്ക്കുമെങ്കിലും ആ കാലാവസ്ഥ എന്ന് പറയുന്നത് കീടങ്ങളും ബാക്ടീരിയകളൊക്കെ പെരുകാൻ കാരണമാണ്. അപ്പോൾ രോഗകാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക ഭൂപ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. ഈ പ്രദേശത്തിന്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു. ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെയും ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നത് അവ പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ് അല്ലേ. ചളികളിലൂടെയൊക്കെ റോഡ് നിർമ്മിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണ്ണക്കെട്ട് നികത്താണെങ്കിൽ ഒരുപാട് പ്രയത്നമാണ് അല്ലേ. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയാലുടൻ ലാലങ്ങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. അതായത് ഉയരം കൂടിയുള്ള മരങ്ങളുടെ പേരാണ് ലാലങ്ങ്. അതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ വലിയ വലിയ നീളത്തിലുള്ള പുല്ലുവർഗ്ഗത്തിലുള്ള സസ്യങ്ങളായിരിക്കും വരുന്നത്. ഇത് പലപ്പോഴും കൃഷിയെയും സാരമായി ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവനെ ഏറെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. അവിടെ ആരെങ്കിലും പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും, ആക്രമിക്കാൻ വലിയ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും തന്നെയില്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകള്. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങൾ വൃക്ഷ നിബിഡമാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കാറില്ല. മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി വന്നിട്ടില്ല. ഇക്കോളോ ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കേട്ടില്ലേ, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളായിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആമസോൺ തടം, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ നശീകരണ ഭീഷണി നേരിടുന്നു. ആമസോൺ വനങ്ങളിലെ കാട്ടുതീയെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഇതോടെ കാണുന്നില്ലേ, ഇത് ബ്രസീലിലെ മഴക്കാടുകളിലെ കാട്ടുതീയാണ്. ഇതുപോലെ ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീയുമാണ്. മനുഷ്യ പ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൃഷി നിർമ്മാണ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ഖനനം എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ, സസ്യജന്തു വൈവിധ്യം, മനുഷ്യജീവിതം എന്നിവയെ പറ്റിയാണല്ലോ നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റൊരു മേഖലയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. നോക്ക്, ഏതാണ് ലോങ് ഇയർബൻ പഠനം കാണുന്നില്ലേ. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പഠനം കാണപ്പെടുന്നുള്ള ഏറെ നാളത്തെ, അതായത് ഇതൊരു അവൻ്റെ ഒരു യാത്രാവിവരണത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ആർട്ടിക് പര്യവേഷണത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായ, വടക്ക് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്തോട്ട് കരുതപ്പെടുന്ന ലോങ് ഇയർബൻ എന്ന പട്ടണം സന്ദർശിച്ച അപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസമായിട്ടുള്ള പട്ടണം ഏതാണ്, ലോങ് ഇയർബൈൻ കേട്ടോ, ഇയർബൈൻ സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നമ്മൾ കണ്ടത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെയുള്ളത്? ഹിമപാതമാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, നല്ല തണുപ്പുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെയാണ്. ഒരു അറ്റ്ലസ് പരിശോധിച്ച് ലോങ് ഇയർബൈൻ എന്ന പഠനത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. അത് നമുക്ക് അറ്റ്ലസിൽ കാണാം. നമുക്ക് ഇവിടെ നോക്കി കണ്ടില്ലേ, ലോങ് ഇയർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ലോങ് ഇയർബൈൻ ഐസ് ക്യാപ്പ് ടൻഡ്ര മേഖലയെ കാണുന്നില്ലേ, ഇവിടെ കാണുന്നില്ലേ, സൈബീരിയ, അതുപോലെ തന്നെ ഐസ്ലാൻഡ്, വടക്കൻ സ്കാൻഡിനേവിയ, ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക, ഇതൊക്കെയാണ് നമുക്ക് ലോങ് ഇയർബൈൻ്റെ അവിടെയുള്ള ഭാഗങ്ങളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് പ്രദേശങ്ങൾ കേട്ടോ, പ്രദേശങ്ങൾ സൈബീരിയ, ഗ്രീൻലാൻഡ്, അതിൻ്റെ വൻകരകളൊക്കെ നമുക്കറിയില്ല. സൈബീരിയ ഏതാണ്? സൈബീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ വൻകരയാണ്. അതുപോലെ തന്നെ ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണത്? ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ അന്റാർട്ടിക് ആണല്ലേ. അതായത് അതന്നെ അന്റാർട്ടിക്, അതായത് ഇത് ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, അതുപോലെ തന്നെ ഇവിടെ വടക്കേ അമേരിക്കൻ്റെ വടക്കൻ കാനഡ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഓരോ വൻകരകളിലായിട്ടാണല്ലേ കിടക്കുന്നത്. യൂറോപ്പിലില്ല, ഏഷ്യയിലുണ്ട്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞു.
ടൈഗ മേഖല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്? സ്തൂപികാകൃതിയിലുള്ള വൃക്ഷങ്ങളൊക്കെ, ഉയരമുള്ള സ്തൂപികാകൃതിയിലുള്ള വൃക്ഷങ്ങളാണ് കൂടുതലുള്ളതുകൊണ്ട് അതിനെ ടൈഗ മേഖല എന്നാണ് പറയുന്നത്. ടൈഗ മേഖലയുടെ വടക്കായാണ് ടൻഡ്ര മേഖല. അറിയാം, ടൈഗ മേഖലയുടെ തൊട്ട് മുകളിലാണ് എന്തുള്ളത്? ടൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിന്റെ തീരങ്ങളിലുമായി ഈ കാലാവസ്ഥ മേഖല വ്യാപിച്ചു കിടക്കുന്നു. ടൻഡ്ര മേഖലയെ ആർട്ടിക് ടൻഡ്ര, ആൽപൈൻ ടൻഡ്ര എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അപ്പോൾ ടൻഡ്ര മേഖല ഏതൊക്കെയുണ്ട്? ആർട്ടിക് ടൻഡ്ര എന്നും ആൽപൈൻ ടൻഡ്ര കേട്ടോ. ആർട്ടിക് ആൽപൈൻ കേട്ടോ. അപ്പോൾ ഓരോന്നും ഏതേത് മേഖലയിലായി സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക് ടൻഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്ക് ഭാഗത്ത്. ആൽപൈൻ ടൻഡ്ര പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ. അത് മാത്രം നോക്കിയാൽ മതി. ഉയരമേറിയുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് ആൽപൈൻ. പൈൻ മരങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക? പർവ്വതത്തിൽ. അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ കേട്ടാ. അടുത്തത് ടൻഡ്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖലയെന്നും വിളിക്കാറുണ്ട് കേട്ടോ. ടൻഡ്ര കാലാവസ്ഥാ മേഖല പറയുമ്പോൾ നല്ല തണുപ്പുള്ളതല്ലേ, അപ്പോൾ നമുക്കത് ധ്രുവീയ കാലാവസ്ഥാ മേഖലയെന്നും വിളിക്കാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അവിടെ കൂടുതൽ തണുപ്പല്ലേ, അപ്പോൾ വേനൽക്കാലം കുറവായിരിക്കും. അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതകൾ നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടൻഡ്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ്. ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ താപനില -30°C വരെ താഴാറുണ്ട്. ഈ കാലയളവിൽ ടൻഡ്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഈ കാലയളവിലെ ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0°C മുകളിൽ എത്തുന്നത്. ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് ഇയർബൈൻ സന്ദർശിച്ച സഞ്ചാരി തൻ്റെ യാത്രാക്കുറിപ്പിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞത്. ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ശൈത്യം കൂടുതലാണല്ലേ, എന്നെ മൈനസൊക്കെ പോണ്ട് അല്ലേ. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനില്ല. അതാണ് ഈ മേഖലയുടെ സവിശേഷത. എന്താണ്? നമ്മുടെ ഈ ടൻഡ്ര മേഖല അല്ലെങ്കിൽ ധ്രുവീയ മേഖല, അതിൻ്റെ കാലാവസ്ഥ സവിശേഷത എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് നമ്മുടെ മുകൾ വശത്തില്ലേ, ആ ഗോളത്തിലായിരിക്കുമ്പോൾ 6 മാസ കാലയളവിൽ എന്താണ്? ഉത്തരധ്രുവത്തിൽ പകലായിരിക്കില്ല. അപ്പോൾ 6 മാസം ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. എന്നാൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരധ്രുവത്തിൽ എന്തായിരിക്കും? പകൽ വെളിച്ചം കാണാനാകില്ല. അതുകൊണ്ടാണ് അവിടെ 6 മാസം അവിടെയുള്ളവർക്ക് എന്താണ് 6 മാസം ജോലിക്ക് പോയിട്ട് 6 മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. അത് അവർക്ക് കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ളതൊക്കെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. നമ്മൾ ഈ പഠിക്കുന്നതുമായുള്ള ഈ മേഖലകളൊക്കെ ഇല്ലേ, അതിൻ്റെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവില്ല മേഖല. ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. ശൈത്യകാലത്ത് വർഷം നടക്കുന്നത് മഞ്ഞുവീഴ്ച. അത് മഞ്ഞുള്ള സ്ഥലമല്ലേ, അപ്പം മഞ്ഞുവീഴ്ച. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട്. ചക്രവാതങ്ങൾ ശക്തമായുള്ള തീരപ്രദേശങ്ങളിൽ എന്തായിരിക്കും? മഴ ലഭിക്കാറുണ്ട്. ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാർഡ്. അപ്പോൾ നമ്മുടെ ഈ ധ്രുവീയ മേഖലാ പ്രദേശങ്ങളിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകൾ, തണുത്തിട്ടുള്ള കാറ്റുകളിൽ നിന്ന് വിളിക്കുക ബ്ലിസാർഡ്. ഇപ്പോൾ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്, അതായത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. കണ്ട ടൻഡ്ര പ്രദേശത്ത്. അപ്പോൾ ടൻഡ്ര മേഖലയിലാണ് എന്ത്? നമ്മുടെ ഏതാണ് ആ കാറ്റിൻ്റെ പേര്? ബ്ലിസാർഡ്. ടൻഡ്ര ബ്ലിസാർഡ് കണ്ടില്ലേ? ടൻഡ്ര ബ്ലിസാർഡ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പുതിയ SCERT ചെയ്തുകൊണ്ട് ഇതിൽ പലതും ചോദിച്ചതാണ്, ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കൂടിയ ശരാശരി താപനില, കുറഞ്ഞ ശരാശരി താപനില, അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വാർഷിക താപാന്തരം, ടൻഡ്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാം എന്ന് പരിശോധിച്ചു. നമ്മൾ ഏതൊരു പ്രദേശത്തിൻ്റെയും സസ്യജന്തു വൈവിധ്യം ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. ജന്തു വൈവിധ്യവും തീരെ കുറവാണ്. കാരണം അവിടെ എന്താണ്? തണുപ്പ് കൂടുതലാകുമ്പോൾ അവിടെ ജന്തുക്കൾ
അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ടണ്ട്ര മേഖലയിലെ നൈസർഗിക സസ്യജന്തുജാലങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇവിടത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടണ്ട്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല. പായലുകള്, ലൈക്കണുകള്, സെഡ്ജുകള്, കുറ്റിച്ചെടികൾ എന്നിവയുടെ മരുഭൂമിൻ്റെ പോലെ പക്ഷെ തണുപ്പിൽ എന്താണ് കുറ്റിച്ചെടികളുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടല്ലേ പായലുകളൊക്കെ കാണപ്പെടുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ. കുള്ളൻ വില്ലോസ്, ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് ചിലയിടങ്ങളിൽ വളരുന്നതായി കാണാം. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില ഇനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു. ഇത്തരം മേച്ചിൽ ഇടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റൈൻഡിയർ പോലുള്ള സസ്യഭോജികൾ. റൈൻഡിയർ പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്ന് റൈൻഡിയർ ആണല്ലേ, റൈൻഡിയർ. ആ റൈൻഡിയറൊക്കെ എന്താണ്, ഏത് സസ്യത്തിനെയാണ്? അനുകൂല സാഹചര്യം നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ചില ഇനം കട്ടിയുള്ള പുല്ലുകളില്ലേ, ആ കട്ടിയുള്ള പുല്ലുകളാണ് റൈൻഡിയർ കഴിക്കുന്നത് കേട്ടോ. അവിടെ കാണുന്നുണ്ട് റൈൻഡിയർ ഒരു പുൽവർഗ്ഗ സസ്യങ്ങളൊക്കെ കാണുന്നില്ലേ, അങ്ങനെയുള്ളതൊക്കെയാണ് അവർ കഴിക്കുക കേട്ടോ. കുറ്റിച്ചെടികളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പുറത്തെ ചിത്രത്തിൽ. പിന്നെ കുള്ളൻ ബില്ലോസ് പറയുമ്പോൾ വെറും കമ്പ് മാത്രമുള്ളത് അല്ലേ, അതൊക്കെയാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ടണ്ട്ര മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിൻ്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാവുന്നു. അവിടെ എന്താണ് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരും അല്ലേ. വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു. മഞ്ഞുകാലത്ത് ഒന്നും കായ്ക്കൊന്നുമില്ലല്ലോ, അതങ്ങനെ ഇല ഒഴിച്ച് നിൽക്കൂലേ. എന്നാൽ മഞ്ഞുരുകുമ്പോൾ എന്തായിരിക്കും, ആ തളിരൊക്കെ വരാൻ തുടങ്ങൂലേ. വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്കുനിന്നും ശ്രദ്ധിച്ചോളൂ, തെക്കുനിന്നും പക്ഷികൾ ടണ്ട്ര മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട്. ആർട്ടിക് കുറുക്കൻ, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരിക്കാള, ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റ് ജീവിവർഗ്ഗങ്ങൾ. കാണുന്നില്ലേ, ധ്രുവക്കരടി, ആർട്ടിക് കുറുക്കൻ, ആർട്ടിക് മുയൽ, കസ്തൂരി. ഇവൻ്റെയൊക്കെ രോമങ്ങൾ കണ്ട ആ മഞ്ഞിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നല്ല എന്തായിരിക്കും, കട്ടിയുള്ളതായിരിക്കും അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ടണ്ട്രയിലെ ജനജീവിതം നമുക്ക് നോക്കാം. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടണ്ട്ര, കാരണം തണുപ്പുള്ളതാണല്ലോ. ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞുമൂടി കിടക്കുന്നതിനാൽ തീരെ വാസയോഗ്യമല്ല. അതായത് തീരപ്രദേശങ്ങളിലായിരിക്കും, അവിടെ മീനെങ്കിലും ഉണ്ട്, അത് ജീവിക്കാൻ വേണ്ടി അവരിയ്ക്കും. ചില നാടോടി ഗോത്രവർഗ്ഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങൾ. നാടോടി ഗോത്രവർഗ്ഗങ്ങളിലുള്ളവരാണ് അവിടെ താമസിക്കുക, കാരണം അവർക്ക് കുഴപ്പമില്ലല്ലോ. ഇവിടെ നൽകിയിട്ടുള്ള പട്ടിക നമുക്ക് നോക്കൂ. ടണ്ട്ര മേഖലയിൽ വരുന്ന ഗോത്രവർഗ്ഗങ്ങളാണ്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്കയിൽ എന്താണ് എസ്കിമോസ് അഥവാ ഇന്യൂട്ടുകൾ കേട്ടോ, ഇന്യൂട്ടുകൾ. വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയയിൽ എന്താണ് ലാബ്സ്. സൈബീരിയയിൽ സാമോയിഡ്സ്. ലെനൻ തടത്തിൽ യാക്കുഡ്സ്. വടക്ക് കിഴക്കൻ ഏഷ്യയിൽ കൊറിയാക്സ്, പുക്ചി. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ആ അലാസ്കയിൽ ചോദിക്കും കേട്ടോ, ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോസ് കേട്ടോ. അടുത്തത് വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടണ്ട്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവും കേട്ടോ. തീരപ്രദേശത്തിലുള്ളവർ മത്സ്യബന്ധനം, അതുപോലെ തന്നെ ഈ മറ്റുള്ളവരിനിങ്ങനെ ഇതാക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യും, വേട്ടയാടും അല്ലേ. അതായത് ഈ വേനൽക്കാലത്തൊക്കെ വരുന്നല്ലോ ജീവജാലങ്ങൾ, അതിനെയൊക്കെ വേട്ടയാടും. അതാണ് തിമിംഗലങ്ങൾ, സീലുകൾ, കാരിബു, വിവിധതരം മത്സ്യങ്ങൾ, പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു. ഇവയുടെ എല്ലുകളും മറ്റും ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്താറുണ്ട്. ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തം അല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത്. ശൈത്യകാലത്ത് ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനായും, കാരണം വേനൽക്കാലത്ത് മൃഗങ്ങൾ പുറത്തുനിന്ന് വരുമല്ലോ, അപ്പോൾ അവരെന്ത് ചെയ്യും, ആ വേനൽക്കാലത്ത് ഒരു വേട്ടയ്ക്കായിട്ട് ഇറങ്ങും കേട്ടോ. വേനൽക്കാലത്ത് എന്തായിരിക്കും, ഐസൊക്കെ ഉരുകണ സമയത്ത് മത്സ്യബന്ധനമൊക്കെ അതായത് മീനുകളൊക്കെ എന്ത് ചെയ്യും, വന്ന് ആ ഭാഗത്ത് നിൽക്കൂലേ, അപ്പോൾ മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു. അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ടെൻറ്റുകളിലാണ് ഇക്കാലയളവിൽ അവർ താമസിക്കാറ് കേട്ടോ. ഹിമകരടികളെ പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളുണ്ട് കേട്ടോ. മഞ്ഞകരടിനെ കഴിക്കുന്നവരും ഉണ്ട് പറയണേ. കണ്ട അലാസ്കൻ എസ്കിമോസുകളെ അതിൻ്റെ രൂപം കണ്ട അവർ മീനിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണോണ്ടാ. ഇനി അതാണ് വടക്ക് കിഴക്കൻ ഏഷ്യയിലെ കൊറിയാസ്, അതുപോലെ തന്നെ സൈബീരിയയിലെ സാമോയിഡ്സുകളിനെ കണ്ട അതിൻ്റെയൊക്കെ ഒരു രൂപം കണ്ട. അതെന്താണ് അതാണല്ലേ, മഞ്ഞിൽ നിന്ന് രക്ഷ നേടാനാണ് അവർ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നത്. അല്ലാതെ അവർ നമ്മൾ വിചാരിക്കുമോ ഭംഗിക്ക് വേണ്ടി അങ്ങനെയല്ല, അത് അവർക്ക് അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ പോയാലും അങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ യൂറോപ്യന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്.
തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വീടുകളിലാണ് എസ്കിമോൾ താമസിക്കുന്നത്. കായാക്കുകൾ എന്ന് വിളിക്കുന്ന തുളവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിനായി ഇന്നവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു. പണ്ടെന്തായിരുന്നു? കയാക്കുകളായിരുന്നു കേട്ടാ. രോമമുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു. ഇപ്പം എന്താണ്? ചെമ്മരിയാടുകളിനെയൊക്കെ എന്ത് ചെയ്യും അവർ? അതിൻ്റെ രോമങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യും? വിൽക്കാൻ പറ്റും അല്ലേ? കാനഡയിലെയും അലാസ്കയിലെയും ടൻഡ്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? അതായത് അവർക്ക് എന്താണ് നമ്മുടെ ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തായാലും ആ നാടുമായിട്ട് ഇണങ്ങണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവിടെ ടെൻഡറിലെ ആധുനിക കൃഷി രീതിയൊക്കെ അത് തണുപ്പ് വരുന്ന സമയത്ത് പോലും കൃഷി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ എന്താണ്? മഞ്ഞുള്ളിലേക്ക് കിടക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ലതാണല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്താണ്? അവർക്ക് തന്നെ പുറത്ത് പോകാതെ തന്നെ അവർക്കൊരു നല്ലൊരു ബിസിനസ്സായി അവിടെ ഇതാക്കാൻ പറ്റും അല്ലേ? അടുത്തത് നോക്കൂ, യൂറേഷ്യൻ ടൻഡ്രയിലെ മിക്ക ഗോത്രവർഗ്ഗങ്ങളും മേച്ചിൽപ്പുറങ്ങൾ തേടി റൈൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ്. സൈബീരിയൻ ടൻഡ്രയിൽ അവിടെ റൈൻഡിയർ കൂടുതലാണ് കേട്ടോ, സുലഭമാണ്, നയിക്കുന്നവരാണ്. സൈബീരിയൻ ടൻഡ്രയിൽ രോമത്തിനായി റൈൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നത്. ഈ റൈൻഡിയറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ചെമ്മരിയാടിൽ നിന്ന് പോലെ രോമങ്ങൾ കിട്ടും കേട്ടോ. ധാരാളം വിശാല ഫാമുകളും കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇന്ന് കാലത്ത് പോയി കഴിഞ്ഞാൽ ഫാമുകൾ കാണാൻ പറ്റും. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ, ഗൂഗിളിലോ യൂട്യൂബിലോ. അതുപോലെ തന്നെ ടൻഡ്ര മേഖലയിലെ ധാതുഖനനം നിരവധി പുതിയ വാസയിടങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. ടൻഡ്ര മേഖലയുടെ തെക്ക് ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്യാറുണ്ട്. കണ്ട ഇഗ്ലൂ കാണുന്നില്ലേ? ടൻഡ്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുകൾ ഭാഗം മകുടത്തിന്റെ ആകൃതിയിലും നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക വാസയിടങ്ങളാണ് ഇഗ്ലുകൾ കേട്ടോ. ഇഗ്ലു താഴെ എന്താണ്? വൃത്താകൃതിയിൽ, മുകളൊക്കെ എന്താണ്? മകുടത്തിന്റെ ആകൃതി കേട്ടോ. ഇനി ഡോഗ് സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികൾ ടൻഡ്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഈ ടൻഡ്ര പ്രദേശത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്രിസ്മസിന്റെ അപ്പൂപ്പന്റെ സിനിമകളൊക്കെ ഇറക്കുന്നത് ഈ ടൻഡ്ര പ്രദേശത്തിലാണ് പോയിട്ടാണ് കേട്ടോ. നായ്ക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെ സ്ലഡ്ജുകൾ എന്ന് വിളിക്കുന്നു. സ്ലഡ്ജ്. ടൻഡ്രയും കാലാവസ്ഥാ വ്യതിയാനവും. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ നോക്കിയില്ലേ? കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ടൻഡ്ര മേഖല. ആഗോളതാപനത്തിന്റെ ഫലമായി ടൻഡ്ര മേഖലയിലെ ഐസ് പാളികൾക്ക് പറയുന്ന പേരാണ് പെർമാഫ്രോസ്റ്റ് കേട്ടോ. പെർമാഫ്രോസ്റ്റ് ഗണ്യമായ തോതിൽ ഒരുങ്ങുന്നു. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ 2 രാജ്യങ്ങൾ നടത്തിയല്ലോ. നേപ്പാള് എവറസ്റ്റിന്റെ കൊടുമുടിയിലും മാലിദ്വീപ് എന്താണ്? അവൻ്റെ സമുദ്രത്തിന്റെ അടിയിലോട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി നടത്തിയ മീറ്റിങ്ങുകളായിരുന്നു കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ കേട്ടോ. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു പറഞ്ഞത്. തികച്ചും വ്യത്യസ്ത കാലാവസ്ഥാ വൈവിധ്യങ്ങൾ പുലർത്തുന്ന 2 മേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്ത് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള. ഇനി അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് അവിടെ നമ്മളെന്ത് പറഞ്ഞു? കാലാവസ്ഥ, സസ്യജാലങ്ങളെ, ജനജീവിതം നേരിടുന്ന വെല്ലുവിളികളൊക്കെ നോക്കിയില്ലേ? വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടൻഡ്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളാണ് നാം കണ്ടത് അല്ലേ? ഇവയിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലേ നാം ജീവിക്കുന്ന പ്രദേശം നമ്മുടെ കേരളം എന്ന് പറയുന്നത്? എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. ഈ വൈവിധ്യങ്ങളോട് അനുരൂപണം സാധ്യമാക്കി ഓരോ പ്രദേശങ്ങളിലും അതിജീവിക്കുന്ന സസ്യജന്തുജാലങ്ങളെയും മനുഷ്യരെയും നാം കണ്ടു അല്ലേ? ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയുടെ താതാത്മ്യം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം. നമ്മളിരിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം അല്ലേ? അതാണ് നമ്മളെല്ലാവരുടെയും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.